ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിൽ 95 മുതൽ 2000 വരെയുള്ള കാലയളവിൽ അവിടെ ക്രിസ്മസിൻ്റെ അവധിക്കും ഈസ്റ്റർ കാലഘട്ടത്തിലെ അവധിക്കും ഞാൻ പോയിരുന്ന ഒരു പള്ളി ഇറ്റലിയിൽ മിലാൻ അടുത്തുള്ള മേസറോ എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. മേസറോ മജന്തയ്ക്കടുത്ത് മിലാനിൽ നിന്ന് ടൂറിനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 35 കിലോമീറ്ററിനപ്പുറമാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളിയിലാണ് ഞാൻ ഈ 5 വർഷക്കാലവും ക്രിസ്മസിനും ഈസ്റ്ററിനും അവിടെ കുമ്പസാരിപ്പിക്കാനും വിശുദ്ധ ബലി അർപ്പിക്കാനും ഒക്കെ പോയിരുന്നത്. ഞാൻ ചെന്ന ആ കാലം മുതൽ അവിടുത്തെ മനുഷ്യർ എപ്പോഴും പറയുന്ന പേര് അന്ന് വാഴ്ത്തപ്പെട്ട ജാന്ന എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ഭവനം അവിടെയായിരുന്നു, മേസറയിലായിരുന്നു. ഞാൻ ഈ ജാന്ന പുണ്യവതിയുടെ ഭവനത്തിൽ പോയിട്ടുണ്ട്. അവരുടെ ഭർത്താവ് പിയത്രോ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ആ ഭവനത്തിൽ പല പ്രാവശ്യവും അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കാനും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും പോയിട്ടുണ്ട്. ജാന്നയുടെ 4ാമത്തെ മകൾ ജാന്ന ഇമ്മാനുവേല ഏതൊരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ആ അമ്മ ജീവൻ ത്യജിച്ചത്, ആ മകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, ആ മകളുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്ന ഒരു വിശുദ്ധയെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധയെ എനിക്ക് പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളക്കരയിൽ ഈ വിശുദ്ധയെ ജിയന്ന എന്ന് വിളിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇറ്റാലിയൻ പേര് ജാന്നയാണ്. ജാന്ന മോള ബെറേത്ത, അങ്ങനെയാണ് ആ വിശുദ്ധ അറിയപ്പെടുന്നത്. ജാന്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗാഡ് ഈസ് ഗ്രേഷ്യസ്, ദൈവം കാരുണ്യവാനാണ്, ദൈവം കൃപാലുവാണ്. അതാണ് ഈ ജാന്ന എന്ന് പറയുന്ന ആ പേരിനർത്ഥമായിട്ട് ഇറ്റാലിയൻ ഭാഷയിലുള്ള ജാന്നയുടെ അർത്ഥം അതാണ്. ഈ ജാന്ന ജനിക്കുന്നത് ഒരു വലിയ കുടുംബത്തിലാണ്. അൽബെർട്ടോ ബെറേത്ത മരിയ ഈ ദമ്പതികൾക്ക് ജനിക്കുന്ന 10ാമത്തെ കുഞ്ഞായിരുന്നു ജാന്ന. ഈ ജാന്ന ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപ് അവർ ഈ മജന്തയിൽ നിന്ന് അവർ ബെർഗമോയിലേക്ക്, ബെർഗമോ കുറച്ചും കൂടി അകലെയുള്ള സ്ഥലമാണ്, സ്വിറ്റ്സർലൻഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് അവർ താമസം മാറ്റുകയുണ്ടായി. ഈ 10 കുഞ്ഞുങ്ങളെയും ഈ മാതാപിതാക്കൾ വലിയ ദൈവഭക്തിയിൽ, വിശ്വാസത്തിൽ, മൂല്യങ്ങളിൽ വളർത്തിയിരുന്നു എന്നുള്ളത് പിന്നീട് ഈ ജാന്ന തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഫലദായകത്വത്തെക്കുറിച്ചും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വളരെ കുഞ്ഞുനാൾ മുതലേ ഈ മക്കളെ അവർ ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. 1922 ഒക്ടോബർ 4-ാം തീയതി, ഒക്ടോബർ 4-ാം തീയതിയാണ് നമുക്കറിയാം ഇറ്റലിയിലെ മറ്റൊരു വലിയ വിശുദ്ധൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ. ആ ദിനത്തിലാണ് ജാന്ന ജനിക്കുന്നത്. ചെറുപ്പം മുതലേ അവൾ ദേവാലയത്തിലെ കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾക്കുള്ള സംഘടനകളിലും വളർന്നു വന്നപ്പോൾ കാത്തലിക് ആക്ഷൻ, വിൻസെൻ്റ് പോൾ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാനായിട്ട് ബദ്ധശ്രദ്ധയായിരുന്നു. മിലാനിലാണ് ജാന്ന പഠിക്കുന്നത്. ആ പഠനത്തിൽ അവൾക്കേറെ താല്പര്യമായിട്ടുണ്ടായത് പീഡിയാട്രിഷ്യൻ ആയിത്തീരുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുക, ഈ ഒരു വലിയ ആഗ്രഹം ജാന്ന മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പഠനമൊക്കെ പൂർത്തിയായപ്പോൾ അവൾ 1952 മജന്ത എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള മേസറോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്ലിനിക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലിനിക്ക് ആരംഭിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും കുഞ്ഞുങ്ങളെ ഗർഭസ്ഥാവസ്ഥയിലുള്ള മാതാപിതാക്കളെ കൂടുതൽ പരിചരിക്കാനും ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനും ഒക്കെ ഏറെ ശ്രദ്ധാലുവായിരുന്നു ജാന്ന. 1952 മേസറോയിൽ
അവളുടെ ക്ലിനിക്കിൽ വെച്ച് അവൾ അവിടെയുള്ള പീറ്റർ എന്നാണ്, പിയത്രോ ആണ് ഇറ്റാലിയൻ പദം, അദ്ദേഹവുമായിട്ട് പിയത്രോ മോള്ള എന്ന് പറയുന്ന ഒരു എൻജിനീയറുമായിട്ട് സൗഹൃദത്തിലാവുകയും ആ ഒരു സ്നേഹം അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു. ആയിരത്തി 1955 സെപ്റ്റംബർ മാസത്തിലാണ് ജാന്നയും പിയത്രോയും തമ്മിലുള്ള വിവാഹം ആശീർവദിക്കുന്നത്. ഈ വിവാഹബന്ധം ആശീർവദിച്ച വൈദികനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഡോൺ ജെസ്വിനോ, അദ്ദേഹം മരിച്ചുപോയി. ഞാനവിടെ 95 ഞാനവിടെ മിനിസ്ട്രിക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഡോൺ ജെസ്വിനോ മേസറോയിലെ അവിടെ പള്ളിയിൽ അവിടെ റിട്ടയേർഡ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ആ ഇടവകയിൽ തന്നെ 55 വർഷം അവിടെ പൂർത്തിയാക്കിയായിരുന്നു. അതിൽ 40 വർഷവും അവിടുത്തെ വികാരി എന്ന നിലയിൽ. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നുന്നൊരു കാര്യമാണത്. ഇവിടെയൊക്കെ ഒരു വൈദികൻ ഒരു ഇടവകയിൽ ഇരുന്നാൽ മാക്സിമം 3 വർഷം, ചിലപ്പോൾ ഒരു 5 വർഷം, അതിൽ കൂടുതൽ ഇരിക്കാറില്ല. പക്ഷെ അവിടുത്തെ ആ ഒരു സിസ്റ്റം അങ്ങനെയായിരുന്നു. ആ ഡോൺ ജെസ്വിനോ ആ ഇടവകയിൽ കുഞ്ഞുങ്ങളുടെ മാമോദീസ നടത്തി, ആ കുഞ്ഞുങ്ങളുടെ ആദ്യകുർബാന സ്വീകരണം നടത്തി, ആ കുഞ്ഞുങ്ങളുടെ കൺഫർമേഷൻ സ്ഥൈര്യലേപനം നടത്തി, അവരുടെ വിവാഹം ആശീർവദിച്ചു, അവരുടെ മക്കളുടെ മാമോദീസ നടത്തി, അവരുടെയും കല്യാണം നടത്തിയ ചരിത്രം ആ ഇടവകയിലുണ്ട്. അപ്പോൾ ഈ ഡോൺ ജെസ്വിനെ ആയിരുന്നു ഈ ജാന്നയുടെ ആധ്യാത്മിക പിതാവായിട്ടുണ്ടായിരുന്നത്. ദീർഘകാലം ഈ ഒരു മകളെ തൻ്റെ സംരക്ഷണയിൽ തന്നെ പൈതൃകമായിട്ടുള്ള വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ ഈ ഡോൺ ജെസ്വിനെ നയിച്ചതായിട്ട് അദ്ദേഹം തന്നെ പിന്നീട് പറയുകയുണ്ടായി. 1955 വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ജാന്നയുടെ ജീവിതത്തിൽ 56 ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നുണ്ടായിരുന്നു, പിയർ ലൂയിജി. 1957 രണ്ടാമത്തെ കുഞ്ഞ് മരിയ സീത്ത, 59 ലൗറ. ഇങ്ങനെ 3 കുഞ്ഞുങ്ങൾ അവരുടെ ദാമ്പത്യ വല്ലരിയിൽ ദൈവം അവർക്ക് നൽകിയ ദാനങ്ങളായിരുന്നു. 1961 എത്തിയപ്പോഴാണ് 4ാമത്തെ കുഞ്ഞ് നാം പറയുന്ന ജാന്ന ഇമ്മാനുവേല. ആ കുഞ്ഞിൻ്റെ ഗർഭസ്ഥാവസ്ഥയിലായ സമയത്താണ് 2ാം മാസത്തിൽ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഗർഭാശയത്തിൽ ഒരു ട്യൂമർ വളർന്നു വരുന്നുണ്ട്. ആ ട്യൂമർ അത് ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. 3 സാധ്യതകളാണ് ഡോക്ടർമാർ അവളോട് പങ്കുവെച്ചത്. ഒരു ഡോക്ടറായ ജാന്നയ്ക്കും അതിൻ്റെ ഗൗരവം കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഒന്നുകിൽ ഗർഭസ്ഥാവസ്ഥയിലുള്ള ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ച് ആ ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ വീണ്ടും പിന്നീടൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനൊരവസ്ഥ, ഒരു സാഹചര്യം ദൈവം നൽകിയേക്കാം. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഈ മുഴ മാത്രം നീക്കിക്കളയാൻ, ഈ ട്യൂമർ മാത്രം നീക്കിക്കളയാനായിട്ടൊരു ഓപ്പറേഷൻ നടത്തി നോക്കാം. ഒരു പക്ഷേ അത് ഒരു റിസ്ക്കായി മാറിയേക്കാം. ഒരു പക്ഷേ അത് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി മാറിയേക്കാം. ഇനി അതുമല്ലെങ്കിൽ ഈ ട്യൂമറിന് ഇപ്പോൾ പ്രത്യേകമായുള്ള ചികിത്സയൊന്നും ചെയ്യാതെ ഈ കുഞ്ഞ് ജനിക്കാൻ ഉള്ള ആ ഒരു കാലയളവ് 9 മാസം പൂർത്തിയാകുന്നവരെ അതിനെ വളരാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് അനുവദിക്കുക, പിന്നീട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. ഒരു പീഡിയാട്രീഷ്യൻ, ഒരു ഡോക്ടർ എന്ന നിലയിൽ ജാന്നയ്ക്ക് തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ടും ജാന്ന ആ കുഞ്ഞിൻ്റെ ജീവനാണ് തൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടത്. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും താൻ ഇഷ്ടപ്പെടുന്നില്ല, അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പൊസിഷനിലാണ് പിന്നീട് മാറിയത്. ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് നമ്മുടെ കേരളത്തിലെ ഒരു മകളെ ഓർമ്മയിൽ വരുന്നുണ്ടാകണം. സ്വപ്ന ട്രേസി എന്ന് പറയുന്ന 7 കുഞ്ഞുങ്ങളുടെ അമ്മയായിരുന്ന, ഇപ്പോൾ മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ
ഒരു നേഴ്സിനെ കുറിച്ച് നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കുകയുണ്ടായി. 7ാമത്തെ കുഞ്ഞിനെ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മാരകമായ അസുഖത്തിന് വിധേയയാവുകയും എന്നാൽ തൻ്റെ കുഞ്ഞാണ് തൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടത്, ആ കുഞ്ഞിൻ്റെ ജീവനാണ് സംരക്ഷിക്കേണ്ടത് എന്ന് സധൈര്യം പ്രഘോഷിച്ച് ഏറ്റുപറഞ്ഞ് മരണത്തെ പുൽകിയ സ്വപ്ന ട്രേസി നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ 1962 ജാന്ന തൻ്റെ 4ാമത്തെ കുഞ്ഞിന് ജാന്ന ഇമ്മാനുവേലേക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോയാലും സാരമില്ല, തൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടത് ഈ കുഞ്ഞിൻ്റെ ജീവനാണ് എന്നുള്ള ആ ഒരു വലിയ സത്യത്തെ പ്രഘോഷിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ജനിക്കാനായിട്ട് അനുവദിക്കുകയായിരുന്നു. പിന്നീട് ആ കുഞ്ഞ് ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ജാന്ന എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ളതാണ് പിന്നീട് നാം മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവൻ്റെ മൂല്യം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുകയും ദൈവദത്തമായ ആ ജീവൻ അത് ഒരു കാരണവശാലും ആ ജീവനെ നിഷേധിക്കാനോ നശിപ്പിക്കാനോ മനുഷ്യർക്ക് അവകാശമില്ല എന്നും ആ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും താൻ അതിന് തയ്യാറാണ് എന്ന് സധൈര്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ ജാന്നയാണ് ഇന്ന് നാം ഈ വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പങ്ക്തിയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കപ്പെടുന്ന വിശുദ്ധ. പ്രിയമുള്ളവരെ, ഇന്ന് ലോകമെമ്പാടും നാം നോക്കിയാൽ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച്, ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന്, അത് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അതിനെ ഏറ്റവും ആദരിക്കപ്പെടേണ്ടതാണെന്നുള്ള ചിന്ത നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ WHO കണക്ക് പ്രകാരം ഒരു ദിവസം മാത്രം 2 ലക്ഷത്തോളം അബോർഷൻസ് ആണ്, ഗർഭഛിദ്രങ്ങളാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 73 മില്യൺ കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ വെച്ച് വധിക്കപ്പെടുന്നൊരവസ്ഥയുള്ളത്. അത്രയും ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവദത്തമായ ജീവൻ അത് അതിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അടിസ്ഥാനപരമായ മൂല്യമായ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം എല്ലാവരും നിലകൊള്ളുന്നവരാകണമെന്ന് ഈ വിശുദ്ധ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് പോളാറാമൻ മാർപ്പാപ്പ വിശുദ്ധ ജാന്നയെക്കുറിച്ചുള്ള അനുസ്മരണം നടത്തിയപ്പോൾ ആ ജീവിതത്തെ വിശുദ്ധ പദത്തിലേക്ക് ഉയർത്താനുള്ള അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ച സമയത്ത് ഈ വിശുദ്ധയെക്കുറിച്ച് അന്ന് പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞു, എത്രയോ ധന്യമായ ജീവിതം. തൻ്റെ ജീവിതം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ദൈവത്തിന് സമർപ്പിക്കാൻ ധീരമായ തീരുമാനം കൈക്കൊണ്ട വനിതയായിരുന്നു ജാന്ന എന്നാണ് പോളാറാമൻ മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തിയത്. 1994 ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ ദൈവദാസിയെ പിന്നീട് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തിന് മുഴുവൻ വലിയ പ്രചോദനമായി ജീവിച്ച ഈ ഡോക്ടറെ, ഈ ഒരു അൽമായ വിശുദ്ധയെ എല്ലാ ഗർഭസ്ഥ ശിശുക്കളുടെയും അമ്മമാരുടെയും പ്രത്യേക മധ്യസ്ഥയായിട്ട് സഭയ്ക്ക് ലോകത്തിന് സമർപ്പിക്കുകയായിരുന്നു. പിന്നീട് 2004 വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് ഈ വാഴ്ത്തപ്പെട്ടവളെ വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തിയത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജാന്ന മോള ബെറേത്ത നമ്മളോട് ഇന്ന് പറയും, ജീവൻ്റെ സംരക്ഷകരായി ജീവൻ്റെ മൂല്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മേസറോ എന്ന് പറയുന്ന ആ ഇടവകയിൽ, അവിടുത്തെ സെമിത്തേരിയിൽ, ഈ ജാനയുടെ കുഴിമാടത്തിങ്കൽ ഒത്തിരിയേറെ തീർത്ഥാടകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിട്ട് വരുന്നുണ്ട്. അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവർക്ക്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ നിരവധിയായിട്ട് അവിടെ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും
മരട് എന്ന് പറയുന്ന എറണാകുളം അടുത്തുള്ള ഒരു ഇടവക ദേവാലയം ഈ വിശുദ്ധ ജാന്നയുടെ നാമധേയത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയമാണ്. പ്രിയമുള്ളവരെ, ജാന്ന ഒരുപക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ തൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ടോ തൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ജാന്ന ഇമ്മാനുവേല എന്ന് പറയുന്ന തൻ്റെ 4ാമത്തെ കുഞ്ഞുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ആ കുഞ്ഞിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ 1962 ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയെങ്കിലും ഇന്ന് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ വിശുദ്ധ ജാന്ന എന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഉജ്ജ്വല നക്ഷത്രമായി വിരാജിക്കുന്നുണ്ടെങ്കിൽ ജീവൻ്റെ മൂല്യത്തിന് വേണ്ടി ഈ ഡോക്ടർ എടുത്ത നിലപാടിൻ്റെ പേരിലാണ് ഇന്ന് ജനഹൃദയങ്ങളിൽ ഈ ഡോക്ടർ ഒരു ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിശുദ്ധയെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ ജീവൻ്റെ പ്രഘോഷകരായി ജീവിക്കാനുള്ള ആ ഒരു ഉൾവിളി നമുക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ. ജീവൻ അത് ഏത് തരത്തിലുള്ള ജീവനാണെങ്കിലും അത് അതിൻ്റെ ഉത്ഭവം മുതൽ അതിൻ്റെ ആദ്യ നിമിഷം മുതൽ അതിൻ്റെ സംരക്ഷകരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്തമുണ്ട്, ഗൗരവമേറിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് ഈ വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ പ്രോ ലൈഫ് മൂവ്മെൻറ്റുമായി പ്രവർത്തിക്കുന്ന നമ്മൾ ഒത്തിരിയേറെ സന്നദ്ധ സംഘടനാംഗങ്ങൾ നമുക്കുണ്ട്. അവരൊക്കെ ഈ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ ഈ ജാന്നയെ നമുക്ക് വലിയ മാതൃകയും പ്രചോദനവുമായി നൽകുന്നുണ്ട്. ഉത്തരവാദിത്തമുള്ള പിതൃത്വവും മാതൃത്വവും നിർവഹിക്കാൻ ക്രൈസ്തവ ദമ്പതികൾ മുന്നോട്ട് വരണമെന്ന് ജാന്നയും പിയത്രോയും നമ്മെ പ്രത്യേകമായിട്ട് അനുസ്മരിപ്പിക്കുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ നൽകുന്ന ഈ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ജീവൻ്റെ സംരക്ഷകരായി ജീവൻ്റെ മൂല്യം ഈ സമൂഹത്തിന് പകരുന്നവരായി ജീവിക്കാനുള്ള വലിയ അനുഗ്രഹം ഈ വിശുദ്ധ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഈ വിശുദ്ധയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു.